അടുത്തായിട്ട് ആനയുണ്ടെന്ന് പറഞ്ഞു. ഒരു ജീവിയുടെ ബോണാണിത്. ചുറ്റും ഇതുപോലെ ട്രെഞ്ചസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്കൊന്നും എളുപ്പത്തിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡിനെക്കാളും ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. മൊത്തം സാമ്പാർ ഡിയറാണ് മുന്നിൽ. പിന്നെ സ്നേക്സും ഉണ്ട്. സ്നേക്സ് ഒക്കെ ഇവിടെ ഇതുപോലെ സ്ഥലങ്ങളിൽ കാണാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്നായിരിക്കും കാട്ടിനുള്ളിൽ താമസിക്കുക എന്നുള്ളത്, അതും പെരിയാർ ടൈഗർ റിസർവിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ് കേരളത്തിൻ്റെ അഭിമാനമായ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്ത് ഗവൺമെൻറ് നടത്തുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് ജംഗിൾ ഇൻ സ്റ്റേ. അപ്പോൾ ഈ ജംഗിൾ ഇൻ സ്റ്റേയിൽ സ്റ്റേ പ്ലസ് കുറച്ച് ട്രെക്കിംഗ് ആണ്. 1.5 കിലോമീറ്റർ നമ്മൾ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. അനിമൽസിനെ കാണാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാവിലെ 2:30 ബാംഗ്ലൂരിൽ തിരിച്ചാണ്. രാവിലെ 2:30 500 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഇവിടെ തേക്കടിയിലെത്തി. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വിഷ്വൽസ് എല്ലാം കണ്ടിട്ട് വാ. അതുവരെ ഞാൻ ഈ ചായ എൻജോയ് ചെയ്യാം. അതിനുശേഷം ഞാൻ ജംഗിൾ ഇൻ സ്റ്റേയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അതുമല്ല രാവിലത്തെ ട്രെക്കിംഗ് ഉണ്ട് കാട്ടിനുള്ളിലേക്ക്, ആ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ എൻട്രൻസ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാ ആക്ടിവിറ്റി ചെയ്യാനായിട്ടും. ഇവിടെ വന്ന് കയറുമ്പോഴത്തേക്കും കുറച്ച് ബഹളമായിരിക്കും, കാരണം എല്ലാ വണ്ടിയിലൂടെ ചെക്ക് ചെയ്യും. അതിനുശേഷം അകത്തേക്ക് വിടുള്ളൂ. അപ്പോൾ പേഷ്യൻ്റോടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ സ്റ്റേക്ക് വരുന്നവർക്കാണെങ്കിൽ ചെക്ക് പോസ്റ്റിന് അടുത്ത് നിന്ന് മുകളിലേക്ക് ഇതുപോലെ കയറി വരുമ്പം ഇവിടെ പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പം അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 2 പേർക്കും ലീഗ് സോക്സ് കിട്ടി. ലീഗ് സോക്സ് ഇട്ട് ദേ പോവാണ് 2 പേരും കാട്ടിനുള്ളിലേക്ക്. അപ്പോൾ അതാ ഇവിടുത്തെ ഫേമസ് ഡിയർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഹ്യൂമൻസ് എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ഏരിയ തന്നെയാണ് ആള്. അപ്പം ഞങ്ങളിപ്പോൾ പോവാണ് ജംഗിൾ ഇന്നിലേക്ക്. സോ യേ സർ പെരിയാർ റിസർവ് ഫോറസ്റ്റ് में मिलेगा. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററുകളുണ്ട് ജംഗിൾ ഇൻ സ്റ്റേ വരെ എത്താനായിട്ട്. അപ്പം നമുക്ക് കാട്ടിനുള്ളിലൂടെ ഇതുപോലെ നടക്കണം. क्या है अंजलि वो? सैंडलवुड. स्मेल करके देखो. लेके नहीं जा सकता है. അപ്പോൾ അഞ്ജലി ഇതാ കാട്ടിൽ നിന്ന് സാൻഡൽവുഡ് സ്മെൽ ചെയ്ത് നോക്കുകയാണ്. വൈറ്റ് സാൻഡൽവുഡ്. കാട്ടിനുള്ളിൽ വരുമ്പോഴത്തേക്കും കാട്ടിനുള്ളിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഏതോ ഒരു ജീവിയുടെ ബോണാണിത്. ഇത് കടന്നു വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട്. നാച്ചുറൽ ബ്രിഡ്ജ് ബനാക്കെ രഖാ ഹൈ. അപ്പോൾ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേപ്സ് കൈ കരുതി ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് ഈ അഞ്ജലി വെച്ചിരിക്കുന്നത്. ഈ കാട്ടിനുള്ളിൽ വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ഒട്ടും അലൗഡ് അല്ല. തിരിച്ചു പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സ് ഒട്ടും മറക്കാതെ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. വാച്ച് ടവർ വരെ 1 കിലോമീറ്റർ ആണ് പറഞ്ഞ ഗൈസ്. ബട്ട് 1 കിലോമീറ്റർ അല്ല, ഒരു മിനിമം 2.5-3 കിലോമീറ്റർ ഉണ്ടാവും. വാച്ച് ടവർ नहीं जंगल इन. സോറി ജംഗിൾ ഹിൽ. സ്റ്റേ ഇൻ പെരിയാർ വൈൽഡ് ലൈഫ്. അപ്പോൾ ജംഗിളിൻ വരെ ഞാൻ 1 കിലോമീറ്റർ എന്ന് വിചാരിച്ച 1 കിലോമീറ്റർ അല്ല, ഒരു 3 കിലോമീറ്ററിൽ ഉണ്ടാവും നടക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യുക ഇതുപോലൊരു ബാക്ക് പാക്ക് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് സാധനങ്ങൾ കുറച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ നല്ല പാടായിരിക്കും. അവിടെയായിട്ടൊരു സാമ്പാർ ഡിയർ ഉണ്ട്. ഞങ്ങളുടെ ശബ്ദം കേട്ട് ഇങ്ങോട്ട് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ലീച്ച് സോക്സ് കിട്ടും. ആ ലീച്ച് സോക്സ് ഇടാൻ മറക്കരുത്. കാരണം എന്താ, ഇവിടെ ഒത്തിരി ലീച്ചസ് ഉണ്ട്. ലീച്ച് സോക്സ് ഇട്ടില്ലെങ്കിൽ കാലി കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ട്രെക്കിങ്ങിന് വരുമ്പോൾ നമ്മളെ കൂടെ ഗൈഡ് ഉണ്ടാവും. ഗൈഡ് തരുന്നതാണ്. അപ്പോൾ 2 പേർക്ക് 2 ലീച്ച് സോക്സ് കിട്ടി. ഞങ്ങൾ 2 പേര് ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ആന വന്ന് നടന്നാൽ തോന്നണേ. എല്ലാം ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലുള്ള ജംഗിൾ ഇൻ സ്റ്റേ. ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കിയേ. അവിടെ ഇരുന്ന
ഇത് മൊത്തം ഈ ഓപ്പൺ സ്പേസ് മൊത്തം നിങ്ങൾക്ക് കാണാം. കാട്ടിനുള്ളിലാണെങ്കിലും റൂം ടൂർ തരണ്ടേ, ബാ കാണിച്ചു തരാം ജംഗിൾ സ്റ്റേ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിന് മുകളിലാണ് നമ്മുടെ സ്റ്റേ. താഴെ നമ്മുടെ വരുന്ന ഗൈഡെല്ലാം സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. താഴെ 3 മുറിയുണ്ട്. നമുക്ക് മുകളിലേക്ക് പോകണം. ഈ ബാൽക്കണി നിങ്ങൾ കണ്ടു നോക്കിയേ, ഇവിടെ ഇരുന്ന് അനിമൽസിനെ കാണാൻ എന്ത് കിടു വൈബായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് റൂമിനകത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് 2 ബെഡുണ്ട്. ഈ ബെഡ് നല്ല വലുതാണ്. ഇവിടെ 2 പേർക്ക് കിടക്കാം. ഈ ബെഡിൽ 2 പേർക്ക് കിടക്കാം. ഈ സ്റ്റേ ആക്ച്വലി 2 പേർക്കുള്ളതാണെങ്കിലും 4 പേർക്ക് ഈസിലി ആയിട്ട് കിടക്കാൻ പറ്റും. പിന്നെ ഇവിടെ ലഗേജ് ഒക്കെ വയ്ക്കാനുള്ള ഫെസിലിറ്റി. അവിടെ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ രാത്രി ഇതുവഴി അനിമൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ജനലുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും 2 ജനലുണ്ട്. അപ്പോൾ ഇത് മൊത്തം രാത്രി അനിമൽസിന് വന്നാൽ കാണാനായിട്ട് വെച്ചിട്ടുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് അനിമൽസ് ഒന്നും കണ്ടില്ല. ഇവിടെ ഒരു പ്രോപ്പർ വാഷ്റൂം ഫെസിലിറ്റിയും ഉണ്ട്. കാട്ടിനുള്ളിലാണ്, നിങ്ങൾ ആലോചിക്കണം. ഇത്ര സൗകര്യമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ്സ് നീറ്റ്, നൈസ് ആൻഡ് മോർ ദാൻ എനിത്തിങ്. ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കിയേ. ब्यूटीफुल है ना? എങ്ങനെയുണ്ട് അഞ്ജലി കാട്ടിനുള്ളിലെ സ്റ്റേ? It's very beautiful, very peaceful. ഞങ്ങൾ അങ്ങനെ ലഗേജ് എല്ലാം സ്റ്റേക്കകത്ത് വെച്ച് ഇതാ ഇപ്പോൾ പുറത്തിറങ്ങി ഒരു ചെറിയ വാക്കിനായിട്ട് കാട്ടിനുള്ളിലൂടെ. അപ്പോൾ അനിമൽസ് എന്തെങ്കിലും കാണാൻ പറ്റി അത് നിങ്ങളെയും കാണിച്ചു തരാമല്ലോ. എല്ലാവരും നടക്കുമ്പോഴത്തേക്കും മുന്നോട്ടും സൈഡിലോട്ടും നോക്കുന്നത്, പിന്നോട്ടാരും നോക്കാറില്ല. ബൈ മിസ്റ്റേക്ക് കടുവ എങ്ങാനും പുറകിൽ നിന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. पीछे से बोलेगा हाय. അനിമൽസിനൊന്നും കണ്ടില്ലെങ്കിലും കാട്ടിനുള്ളിലൂടെ ഇതുപോലെ നടക്കാനായിട്ടൊരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ്. किसका आवाज है? बर्ड्स का साउंड है एक्चुअली उधर. വീണ്ടും ഒരു സാമ്പാർ ഡിയറിനെ കണ്ടു. ആക്ച്വലി കുറച്ച് ദൂരെയാണ്, ഞാൻ മാക്സിമം സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇവിടെ രാവിലെ ആന വന്നായിരുന്നു, അതിൻ്റെ എവിഡൻസ് ആണത്. ഇത് മുഴുവൻ ആന കാണിച്ചു വെച്ചിരിക്കുന്നതാണല്ലേ, മണ്ണ് മുഴുവൻ ഇളക്കിയിട്ടിരിക്കുന്നത്. ഓ, ആ പുല്ലിൻ്റെ ആ സൈഡ് മൊത്തം ഇളക്കിയിട്ടിരിക്കുന്നത് ആനയാണ്. ഓ, ആ സൈഡിൽ കാണുന്നതെല്ലാം പന്നി ഇളക്കിയിട്ടിരിക്കുന്നതാണ്. ഈ മുന്നിൽ വെള്ളത്തിൻ്റെ അടുത്ത് കാണുന്നതെല്ലാം ആന ഇളക്കിയിട്ടാണ്. ആനയെ തേടിയാണ് കഴിച്ച് ഞങ്ങൾ വന്നത്. ആന ഇതുവരെ കണ്ടില്ല. അവിടെയായിട്ട് 2-3 സാമ്പാർ ഡിയറുണ്ട്. ക്ലിയർലി കാണാൻ പറ്റുന്നില്ല, എല്ലാവരും ഇരിക്കുകയാണ്. കണ്ണു മാത്രം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. പെരിയാർ ടൈഗർ റിസർവിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊരു ആക്ടിവിറ്റിയാണ് നൈറ്റ് സ്കൗട്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ ഒരു ഗൈഡ് കുറച്ച് പേരെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുവരും അനിമൽസിനെ സ്പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 4-5 കിലോമീറ്ററോളം നടക്കാനുണ്ട് അത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കാം. ഇത് അവിടെയായിട്ട് കുറച്ച് പേര് ഇതുപോലെ നടക്കുന്നുണ്ട്. ഇത് ആ കാണുന്നില്ല, അതൊരു സാമ്പാർ ഡിയറാണെന്നാണ് തോന്നുന്നത്. സമയം ഏകദേശം 9:30 അപ്പോൾ ഡിന്നർ ടൈമാണ്. ആക്ച്വലി ഇവിടെ ഗസ്റ്റിനായിട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്യാറില്ല, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ സ്റ്റാഫിനായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ജീപ്പിൽ അവിടെ നിന്ന് കൊണ്ടുവരും ഇവിടേക്ക്. അപ്പോൾ ഇവിടെ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല, ചായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ വന്നു. ഇതെല്ലാമാണ് ഡിന്നർ. ചിക്കൻ കറിയുണ്ട്, ചപ്പാത്തിയുണ്ട്, പിന്നെ പഴവും 2 ഓറഞ്ച്, പിന്നെ 2 ബോട്ടിൽ വെള്ളവും കിട്ടി ഗൈസ്. टाइगर रिजर्व फॉरेस्ट में चिकन खा रहे हैं पा. അപ്പോൾ ഫുഡിനേക്കാളും ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. മൊത്തം സാമ്പാർ ഡിയറാണ് മുന്നിൽ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഒരാൾ ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഫ്രൂട്ട്സും കഴിക്കുക. കാട്ടിനുള്ളിൽ ഇതുപോലെ താമസിക്കുന്ന ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് ഗൈസ്. രാവിലെ കാട്ടിനുള്ളിൽ നടന്നു, ഇത്രയും ഡെൻസ് ഫോറസ്റ്റിനകത്ത്, പെരിയാർ റിസർവ് ഫോറസ്റ്റിനകത്ത് താമസിക്കുന്നു. അടിപൊളി ഡിന്നർ കഴിച്ചു. ഇപ്പോൾ ഒരു ബോൺ ഫയറും. കിടു വൈബല്ലേ അഞ്ജലി? अमेजिंग, वेरी ब्यूटीफुल एक्सपीरियंस. ഗൈഡ് ബിജു ആണ്. ഇപ്പോൾ ബിജു ആണ് ഞങ്ങളുടെ കാട്ടിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. हमें टाइगर खाया तो मेरी मम्मी बीजू को आके पूछेंगी. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ട്രെക്കിംഗ് തുടങ്ങി. ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് നടന്ന് പോവാണ്. രാവിലെ ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയി. ഓക്കെ, കുറച്ച് മഴയായതുകൊണ്ട് അനിമൽസിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ കാട്ടിനുള്ളിലൂടെ ഈ ആംബിയൻസ് നടക്കാൻ തന്നെ ഒരു വൈബാണ്.
പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സഫാരിയുടെ ഓപ്ഷൻ ഇല്ല. ഇവിടെ 2-3 സ്റ്റേ ഉണ്ട്, സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ട്രെക്കിംഗ് ആണ്. ട്രെക്കിംഗ് മീഡിയം ആൻഡ് ഇൻറ്റൻസീവ് ലെവലിലുള്ള ട്രെക്കിങ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കായിട്ട്. ഇതുപോലെ ഒത്തിരി വാട്ടർ ബോഡീസ് ജംഗിളിനകത്തുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു ആനയെ കണ്ടായിരുന്നു. ആ ആനയെ നോക്കിയപ്പോൾ ഞങ്ങൾ പോവാണ് കാട്ടിനുള്ളിലേക്ക്. ഞങ്ങൾ ഒത്തിരി കാടുകളിൽ ആക്ച്വലി ഇതുപോലെ സ്റ്റേയും ട്രെക്കിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും എപ്പോൾ കാട്ടിനുള്ളിൽ കയറിയാലും ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കാടിനുള്ളിലെ സ്റ്റേയും എല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ നോക്കുക. ഒത്തിരി ജംഗിൾ റിലേറ്റഡ് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ വരാൻ നോക്കുക. അതാകുമ്പോഴത്തേക്കും ഡ്രൈ സീസൺ ആയിരിക്കും. അനിമൽസിനെ ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റും. ദേ മഴ പെയ്യാണ്, കാട്ടിനുള്ള മഴ കാണാത്തവർക്കായിട്ട്. സ്ലോലി പവറക്കോ. കാട്ടിനുള്ളിൽ അനിമൽസ് മാത്രമല്ല ഒത്തിരി ബേർഡ്സും ഉണ്ട്, പിന്നെ സ്നേക്സും ഉണ്ട്. സ്നേക്സൊക്കെ ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കാണാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജംഗിളിൽ ട്രെക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള റോക്സ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റേക്ക് 9600 റുപ്പീസാണ്. അപ്പോൾ 2 പേർക്ക് സ്റ്റേക്ക് ഓപ്ഷൻ ഉണ്ട്. അതുമല്ലാതെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്കൊരു ഷോർട്ട് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ഉള്ളൊരു ലോങ് ട്രെക്കിംഗ് ഉണ്ട്. പിന്നെ നൈറ്റിലെ ഡിന്നർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, 2 ടൈം ടീ ആൻഡ് സ്നാക്സ് അതുമുണ്ട്. അവിടെയായിട്ട് ആനയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓടുകയാണ്. ആന കൂട്ടമുണ്ടല്ലേ? അയ്യോ, ഒരു വിഷ്വലി കിട്ടാൻ പറ്റി. ഓ, അതവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ആനയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അവിടെ. എന്തേ ഒരു ആന, അവിടെ ഒരു ആന. ഒരു കുട്ടി ആനയുണ്ട്, ഇത് അവിടെ മിഡിലായിട്ട് കാണാം. ഒത്തിരി പ്രായമില്ലല്ലോ, ചെറിയ ആനയല്ലേ? എല്ലാം ചെറുതാണ്.
ചെറിയത്. അങ്ങനെ ആനയെ കണ്ടു. ഞങ്ങൾ ആക്ച്വലി തിരിച്ചു പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു ആന. അപ്പോൾ അതുവഴി ക്രോസ് ചെയ്ത് വരാൻ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ ആന നിൽപ്പുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ പിറകിലൂടെ പോയി ആനയെ കണ്ടു. ഓ മൈ ഗാഡ്. ആക്ച്വലി നിങ്ങളിപ്പം ഇതുപോലെ കാട്ടിൽ ട്രെക്ക് ചെയ്യാൻ വരികയാണ്, ഇതുപോലെ ആനയെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഓടരുത്. എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം നല്ല സേഫ് ഡിസ്റ്റൻസ് വച്ച് ആനയെ കാണുക. ആനയെ കണ്ടു പാപ്പു, എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് ജംഗിൾ ഇൻ സ്റ്റേയുടെ അടുത്ത് എത്താറായി. ലാസ്റ്റ് ആയപ്പോൾ ആനയെ കണ്ടിട്ട് ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയായിരുന്നു അല്ലേ? About to attack क्योंकि उसके पास छोटा सा बच्चा था, that small baby, so it was about to attack us. അപ്പോൾ രാവിലെ ഇതുപോലെ ട്രെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആനയെ കണ്ടു കഴിഞ്ഞുള്ള ഫീലിങ്ങിനെ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ വരിക, വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. ജംഗിൾ ഇൻ സ്റ്റേയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ ജസ്റ്റ് മുന്നിലായിട്ട് ഇതുപോലെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ മഴ സമയത്താണെങ്കിൽ അനിമൽസിനെ കാണാൻ കുറച്ച് കുറവായിരിക്കും. ഡ്രൈ സീസൺ വന്നു കഴിഞ്ഞാൽ മുന്നിലായിട്ട് ഒത്തിരി അനിമൽസിനെ കാണാം, എസ്പെഷ്യലി മാർച്ച് ഏപ്രിൽ ആ ടൈമിൽ. അപ്പോൾ ഈ ജംഗിൾ ഇൻ സ്റ്റേയുടെ ചുറ്റും ഇതുപോലെ ട്രെഞ്ചസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്കൊന്നും എളുപ്പത്തിൽ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഈ മരത്തിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒത്തിരി പാരറ്റ്സ് ഇരിപ്പുണ്ട്. ഈ ജംഗിൾ ഇൻ സ്റ്റേയിൽ ഇലക്ട്രിസിറ്റി സോളാർ പവർ വഴിയാണ്. അപ്പോൾ നിങ്ങളുടെ വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ജുഡീഷ്യസ്ലി യൂസ് ചെയ്യുക. കാരണം ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇരുട്ടത്തിരിക്കേണ്ടി വരും. എന്തിനേക്കാളും പ്രധാനം ഈ ആംബിയൻസ് കണ്ടില്ലേ നിങ്ങൾ, ഇതൊരു വാച്ച് ടവറാണ്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇത് ജംഗിൾ ഇൻ സ്റ്റേ. ഇവിടെ സോളാർ പവർ, അവിടെ ഇരിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിന് മുന്നിൽ ട്രെഞ്ചസും. More than anything, for a girl, if you find a swing and that to the middle of jungle, it's amazing. Government का भरोसा कर सकते हैं. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ആക്ച്വലി കുറച്ച് മുകളിൽ നിന്ന് നമുക്ക് കാണാം. പക്ഷെ അനിമൽസ് ഒന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടില്ല. കുറച്ച് സൂക്ഷിച്ചു വരണം. ബാ കേറി വാ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കാട്ടിനുള്ളിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, അതിൻ്റെ കൂടെ 2 ബോയിൽഡ് എഗ്ഗ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സിനായിട്ട് 2 ഓറഞ്ച്, 2 ഏത്തപ്പഴം. നോ ഇറ്റ്സ് ബിഗ് പഴം, ഏത്തപ്പഴം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം കഴിച്ചിട്ട് പറയാം. അപ്പോൾ ജംഗിളിൽ നിന്ന് പോകാനുള്ള സമയമായി ഗൈസ്. എല്ലാം സേഫായിട്ട് ലോക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ജംഗിളിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ജംഗിളിന്നിൽ നിന്നും. ഇന്നലെ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അടുത്ത തവണ കാണാം ജംഗിളിൻ. ബൈ ബൈ. മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ വരികയാണെങ്കിൽ മഴ സമയത്ത് ഒരിക്കലും വരരുത്. വരികയാണെങ്കിൽ ഡ്രൈ ടൈമിൽ വരണം. എന്നാൽ മാത്രമേ അനിമൽസ് നല്ലവണ്ണം സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ മഴ സമയത്ത് ആകുമ്പോഴത്തേക്കും അനിമൽസ് എല്ലാം കാട്ടിനുള്ളിലായിരിക്കും. കാരണം അവിടെ വെള്ളത്തിന് സപ്ലൈ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല, നമ്മുടെ ഈ ജംഗിൾ സ്റ്റേയുടെ അടുത്തേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാർച്ച് ഏപ്രിൽ മെയ് ആ ടൈം നോക്കി ബുക്ക് ചെയ്ത് വരിക. ഞങ്ങൾ ഒരിക്കൽ കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് അനിമൽസിനെയൊക്കെ കാണണ്ടേ. അവിടെ ആയിട്ടൊരു വാച്ച് ടവർ ഉണ്ട്. അതിന് ലുക്ക് നോക്കിയേ. ഇത് രാവിലെ ഇവിടെ ആന വന്നായിരുന്നു. രാവിലെയാണോ ഇന്നലെയാണോ എന്നറിയില്ല, പക്ഷെ ആന വന്നായിരുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ വരാൻ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ അലൗഡ് അല്ല. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. കാട്ടിനുള്ളിൽ ഇതുപോലുള്ള ഒരു ആംബിയൻസിൽ നടക്കുമ്പോൾ കുറച്ച് പേടിയാവും. ബട്ട് എന്താ പറയുക, എസ്പെഷ്യലി ഇഡീസ് വരുമ്പോഴത്തേക്ക് അഞ്ജലിയും കുറച്ച് പേടിച്ചിരിക്കുകയാണ്. അപ്പം സൂക്ഷിച്ച് എല്ലാം നോക്കിയും കണ്ട് നടന്നാൽ മതി, കാലിലൊന്നും കടിക്കില്ല. അങ്ങനെ നടന്ന് ജംഗിളിൻ്റെ അവസാനത്തെ പാത്തിലുമെത്തി. അയ്യോ, ഒരാൾ ഇവിടുന്ന് ഗോവ കഴിക്കുകയാണ്. ഒരാളുടെ കാലിൽ മൊത്തം ലീച്ചാണ്. मेरा पाव में सुपर आटा है, बहुत सारा आटा बोलते हैं लीच है.
ജംഗിൾ ഇനിയിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിതാ തിരിച്ചെത്തി ചെക്ക് പോസ്റ്റിനടുത്ത്. അപ്പോൾ ഞങ്ങളുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. ഇനി 2 ദിവസം ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനകത്ത് നിൽക്കുന്നുണ്ട് 2 ഡിഫറെൻറ്റ് സ്റ്റേ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോസിൽ വരുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും അതിനായി കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അതുമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മഴ പെയ്ത് തുടങ്ങി ഗൈസ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. അടുത്ത വീഡിയോ മറക്കാതെ കാണുക. ബൈ ബൈ.